ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ ശ്രേയയുടെ ശരീരത്തിൽ നിന്നും ഗൗരിയുടെ ആത്മാവിനെ ഒഴിവാക്കാൻ വേണ്ടി ഗംഗയും മഹിയും പൂജ നടത്തുകയാണ്. പൂജ തുടങ്ങാൻ പോകുന്ന സമയത്ത് പൂജാരി ഗംഗയോട് പറയുന്നുണ്ട് സർപ്പക്കാവിൽ പോയി വിളക്ക് തെളിയിക്കാനെന്ന്. ഗംഗ സർപ്പക്കാവിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മഹി പറയുന്നുണ്ട് തനിച്ചു പോകണ്ട, ഞാൻ കൂടെ വരാമെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഹൈമാവതി പറയുന്നുണ്ട് ഈ പൂജ നടത്തുന്നതേ മഹിയല്ലേ, അപ്പൊ മഹി പോയാൽ എങ്ങനെ ശരിയാകുമെന്നൊക്കെ ചോദിക്കുന്നു. ശേഷം കാണിക്കുന്നത് രേഷ്മയും കൂട്ടി ഗംഗ സർപ്പക്കാവിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ഗംഗയും രേഷ്മയും പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. അതേസമയം ഗംഗയെ കാത്ത് അവിടെ തന്നെ നകുലിന്റെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഗംഗയും രേഷ്മയും തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴേക്കും നകുലിന്റെ ആൾക്കാരാണെങ്കിൽ ഗംഗയും രേഷ്മയും വട്ടം ചുറ്റുന്നു. രണ്ടുപേരും പേടിച്ചു പോകുന്നുണ്ട്. രേഷ്മ ശരിക്കും പേടിച്ച് ബഹളമൊക്കെ വെക്കുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് ഗൗരിയുടെ ആത്മാവും വരുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക്